കേരളമെന്ന് പറയുന്നത് മതനിരപേക്ഷതയ്ക്ക് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പച്ചപ്പുള്ള ഒരിടമാണ്. കലാമണ്ഡലം ഗോപിയാശാൻ എന്ന് പറയുന്നത് പച്ചവേഷത്തിൻ്റെ നമ്മുടെ സമൂഹത്തിനകത്ത് നാം അറിയുന്ന കൺകണ്ട രൂപമാണ്. അതുകൊണ്ട് ഗോപിയാശാനെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പച്ചയുടെ പച്ച എന്ന പേരിലാണ്. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയെപ്പോലുള്ള ആളുകളെ ഭയപ്പെടുത്തുകയും വ്യാമോഹങ്ങൾപ്പെടുത്തുകയും കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയുമാണ്. അങ്ങനെ കീഴ്പ്പെടുത്താനാവാത്ത ഹിമാലയങ്ങളും കീഴ്പ്പെടുത്താനാവാത്ത സഖ്യപർവ്വത സംഘങ്ങളും ഈ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട് എന്ന് സുരേഷ് ഗോപിയെ മാത്രമല്ല നരേന്ദ്രമോദിയെ വരെ ബോധ്യപ്പെടുത്തിയ നിലപാടുകളുടെ രാജകുമാരനായി കലാമണ്ഡലം ഗോപി മാറിയെന്നുള്ളതാണ് ഇന്ന് കേരളം ഇന്ത്യക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭാവന. നിങ്ങൾ ഭാരതരത്നം കൊടുക്കുന്നു, നിങ്ങൾ പത്മഭൂഷൺ കൊടുക്കുന്നു, പത്മവിഭൂഷൺ കൊടുക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ്? മാടി മാടി വിളിക്കുകയാണ് സ്ഥാനമാനങ്ങൾ. അങ്ങനെ സ്ഥാനമാനങ്ങൾ വിളിച്ചാൽ, നിങ്ങൾ മാടി വിളിച്ചാൽ ഓടിക്കൂടുന്ന അവസരവാദികളുടെ കാര്യമായി ഈ പേര് പറഞ്ഞത്. എം ലോറൻസിൻ്റെ മകനോ കൊച്ചുമകനോ +2 പഠിക്കുന്നൊരു പയ്യൻ സ്കൂളിൽ പോയ വഴിക്ക് മഴ വന്നപ്പോൾ BJP ഓഫീസിൽ കയറി. അവിടെ വെച്ചൊരു ഫോട്ടോ എടുത്തിട്ട് CPM എന്നൊരാളെ കിട്ടിയെന്ന് ഫ്ലെക്സ് ബോർഡ് വെച്ച വീരന്മാരെ ഇവർ. അൽഫോൺസ് കണ്ണന്താനത്തെ കിട്ടി, വിശ്വനാഥൻ അൽഫോൺസ് കണ്ണന്താനം CPM അല്ല, അൽഫോൺസ് കണ്ണന്താനം CPM അല്ല. ഞങ്ങൾ മത്സരം ജയിച്ച മണ്ഡലമല്ല. അവിടെ ഞങ്ങളൊരു സ്വാതന്ത്ര്യം നിർത്തി. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു കേന്ദ്രത്തിൽ മന്ത്രിയാക്കാൻ ഞങ്ങൾക്കൊരു ക്രിസ്ത്യാനിയുടെ മുഖം വേണം. അവർ ക്രിസ്ത്യാനിയുടെ മുഖം കിട്ടാൻ അൽഫോൺസ് കണ്ണന്താനെ കൊണ്ടുപോയി. കണ്ടില്ലേ? അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ ഭാര്യ പറഞ്ഞെന്താണ്? നരേന്ദ്രമോദി കണ്ടാൽ ഉടനെ കെട്ടിപ്പിടിക്കും. എന്തു ചെയ്യാൻ പറ്റും? അങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ കൂടെ പോയതാണ്. നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം, കോൺഗ്രസിൽ നിന്നും BJPക്കുള്ള കാലുമാറ്റത്തിൻ്റെ ആഴം എത്രയാണ്. ഞാൻ ബഹുമാനപ്പെട്ട AK ആൻ്റണിയുടെ മകൻ പോയതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. കരുണാകരൻ്റെ മകൾ പോയതിനെക്കുറിച്ചല്ല പറയുന്നത്. അനിൽ ആൻ്റണി പോകുമ്പോൾ അതിലൊരു രാഷ്ട്രീയമുണ്ട്. എന്താ രാഷ്ട്രീയം? മാറാട് കലാപത്തിന് ശേഷം AK ആൻ്റണി കേരള രാഷ്ട്രീയത്തിൽ പ്രസ്താവന നടത്തി. ആ പ്രസ്താവന എന്ന് പറയുന്നത് ഇന്ന് കോൺഗ്രസ് ഇന്ത്യ രാജ്യം സ്വീകരിക്കുന്ന മൃദുഹിന്ദുത്വ പ്രസ്താവനയാണ്. കേരളത്തിനകത്ത് ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമാണ്. അവർ ന്യൂനപക്ഷങ്ങളല്ല, ക്രിസ്ത്യൻ മുസ്ലിം ജനവിഭാഗങ്ങൾ. അവർ അമിതമായ അധികാര പ്രമത്തതയോടുകൂടി ബാർഗൈൻ ചെയ്ത് സ്ഥാനമാനങ്ങൾ നേടാൻ ശ്രമിക്കുന്നതാണ് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ പ്രശ്നം എന്ന് സിദ്ധാന്തവൽക്കരിച്ചപ്പോൾ BJP എന്ന് പറയുന്ന പാർട്ടിക്ക് രാജപാതയുണ്ടാക്കി. ആ രാജപാതയിലൂടെ നടന്നിട്ടാണ് അനിൽ ആൻ്റണി BJPയുടെ ആഫീസിലേക്ക് നടന്നു പോയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.